പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചതിൽ കേന്ദ്രവിരുദ്ധ സമരമുഖം തുറക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. തിരുവോണ ദിനം DRM ഓഫീസിന് മുന്നിലും എംപിമാർ ഉപവാസ സമരം നടത്തുകയാണ്. കേരളത്തോടുള്ള കൊലചതിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും വലിയ പ്രതിഷേധമൊക്കെ ഇക്കാര്യത്തിൽ ഉയരേണ്ടതുണ്ട്. ജനകീയ പ്രതിഷേധങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെയും അഭിപ്രായം. പാലക്കാട് ഡിവിഷൻ വിഭജനം കേരളത്തിന് തിരിച്ചടിയോ എന്നുള്ളത് നമ്മൾ ഇന്ന് ജനങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്. എന്താണ് അവർക്ക് മറുപടി പറയാനുള്ളത് എന്ന് കേൾക്കാം. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു മേഖലയെ മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റിയത് ആരും അറിയാതെയാണ്. ഈ മാറ്റം കേരളത്തെ എങ്ങനെ ബാധിക്കും? നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ഒരു രാഷ്ട്രീയപരമായിട്ടൊരു തീരുമാനമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ എന്തുകൊണ്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിന് ഒത്താശ പാടുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കണ്ണൂർ വരെയുള്ള ട്രെയിനുകൾ മംഗലാപുരത്തേക്ക് നീട്ടണമെന്ന് ജനങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കെ ഇതും കൂടി ആയത് കൂനിന്മേൽ കുരുവാണ്. അത് നമ്മുടെ പ്രതിപക്ഷങ്ങളും ഭരണപക്ഷവും ഒന്നിച്ച് പോരാടി ഇതിന് ഉള്ളതും കൂടി നിലനിർത്താൻ ശ്രമിക്കണം. മാംഗ്ലൂരിന് അതായത് പാലക്കാട് ഡിവിഷനിൽ വളരെ മുമ്പേ ഉള്ള ഒരു ഇതാണ് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. അത് ഒരു സംസ്ഥാനത്തിന്റെ വിഭാഗീയത പേരിൽ മാറ്റുന്നത് എന്താ വന്നാലും ശരിയല്ല. ഇപ്പൊ എന്തായാലും നമ്മൾ പാലക്കാട് ജില്ലയായാലും മറ്റേ കണ്ണൂർ ജില്ലയായാലും നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെയാണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര എഴുതാറാവേണ്ട കാര്യമില്ല. ഇത് പ്രതിഷേധാർഹമാണ്. മലബാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും വെട്ടിച്ചുരുക്കുകയാണ്. പക്ഷേ ഈ അശ്വിന വൈഷ്ണവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു അബദ്ധം ഉണ്ടാവുമെന്ന് നമ്മൾ മലബാറുകാർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മലബാറുകാർ 100% പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള പല റെയിൽവേ സ്റ്റേഷനും എടുത്തു മാറ്റാനുള്ള എല്ലാ ചാൻസും ഇപ്പോഴത്തെ ഗവൺമെന്റ് സംശയിക്കുന്നു. കേരളത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് പല ട്രെയിനുകളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ മംഗലാപുരവും കൊങ്കണിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ പുതിയൊരു ഡിവിഷൻ വരികയാണെങ്കിൽ അത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മലയാളികൾ തന്നെയാണ്. ട്രെയിൻ തന്നെ കിട്ടുന്നില്ല ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ അവിടത്തേക്ക് അത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾക്കുള്ള അസൗകര്യങ്ങൾ കുറയും. ഇപ്പോൾ നമ്മൾ റെയിൽവേക്കെല്ലാം പോകുന്ന ബസ്സാണ്. അപ്പോൾ നമുക്കെല്ലാം ആൾക്കാരെല്ലാം കുറച്ചൊക്കെ ഇതാണല്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും. നമുക്കിവിടെ നല്ലൊരു പ്രൊജക്ട് വരുന്നതെല്ലാം മാറ്റി പോകുന്നുണ്ട്. ഇതാണ് കേരളത്തിലുള്ള ഏറ്റവും വലിയ നഷ്ടം. ഇപ്പോൾ ഈ ഡിവിഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നാളെ വേറെ ഡിവിഷൻ എടുത്ത് മാറും. ഇതേ രീതിയാണ് ഇതുവരെ ചെയ്തുകൊണ്ടതന്നെ. ട്രെയിനിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇതിൽ ബാക്കിയുള്ള പ്രൊജക്ട് ഉണ്ടാക്കുന്ന ഇതിലല്ലേ അത് പിന്നെ സർക്കാർ തീരുമാനിക്കേണ്ടിയല്ലേ. കേരള ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം അത് കേരള ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്. എറണാകുളത്ത് തന്നെ പഠിക്കുന്ന എൻ്റെ മക്കളിൽ തന്നെ ട്രെയിൻ കിട്ടാതെയും ബസ് കിട്ടാതെയും ബസ്സിന് ഡബിളാണ് ചാർജ്. 1000 രൂപ 2000 രൂപ. ട്രെയിനൊന്നും കിട്ടുന്നില്ല. വന്ദേ ഭാരതിനെല്ലാം ബുക്കാക്കി കിട്ടാൻ ഇന്നലെ രണ്ടാമത് എങ്ങനെയോ വീട്ടിലേക്ക്. അതുപോലെ നമുക്ക് ഇത് തന്നെ ട്രെയിനോട് കേരളത്തോട് ഒരു അവഗണന തന്നെ. പാലക്കാട് ഡിവിഷൻ തന്നെ എടുത്തു കളയണമെന്നുള്ള രൂപത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെയും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലും അതിന് സമാനമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ BJPയുടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് മംഗലാപുരത്തെ മാറ്റിക്കൊണ്ട് മൈസൂരിലേക്ക് മാറ്റുകയും പാലക്കാട് ഡിവിഷനെ ഘട്ടം ഘട്ടമായിക്കൊണ്ട് വെട്ടിക്കുറക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് പോലും തയ്യാറാവുന്നില്ല എന്നുള്ള. കേരളത്തെ അതിന്റെ സാമ്പത്തിക ഘടനയെ പോലും ബാധിക്കുന്ന ഒന്നാണ് ഇത്. പിന്നെ അതുമല്ല, പാലക്കാട് ജംഗ്ഷൻ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കാണ് ഇത് മാറുന്നത്. കാരണം വെറും യാത്രക്കാരുടേത് മാത്രമായിട്ട് പാലക്കാട് ജംഗ്ഷൻ മാറുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാറ്റി മറ്റൊരു ഡിവിഷനിലേക്ക് ചേർക്കുക മാത്രമല്ല ചെയ്യുന്നതെന്നാണ് പ്രധാന ചർച്ച. ഇത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ അട്ടിമറിക്കുന്ന നീക്കമായാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.